പരിശുദ്ധ അമ്മ മാതാവിനും യേശുപ്പാപ്പയ്ക്കും കോടാനുകോടി നന്ദി. ഞാൻ ദിവ്യ രാജീവ്, പത്തനംതിട്ട മല്ലപ്പള്ളിയിൽ നിന്നാണ് വരുന്നത്. ഞാൻ 2018 ആദ്യമായിട്ട് എൻ്റെ അമ്മ മാതാവിനെക്കുറിച്ച് ഞാൻ അറിയുന്നത് എൻ്റെ ഒരു കൂട്ടുകാരി ചേച്ചി പറഞ്ഞിട്ട്. പക്ഷെ അന്നൊന്നും ഉടമ്പടി പ്രാർത്ഥനയെക്കുറിച്ചോ അതിൻ്റെ ശക്തിയെക്കുറിച്ചോ ഒന്നും അറിയത്തില്ലായിരുന്നു. കൃപാസനം പത്രത്തെക്കുറിച്ച് പറഞ്ഞു. അമ്മ മാതാവിനോട് പറയുന്ന നിയോഗം അമ്മ മാതാവ് സഹായിച്ചു തരുമ്പം പത്രത്തിൽ ഇട്ടാൽ മതി എന്നായിരുന്നു കൂട്ടുകാരി ചേച്ചി പറഞ്ഞത്. എനിക്കൊരു മൂത്തത് എൻ്റെ കുഞ്ഞൊരു മോളാണ്. രണ്ടാമത് ഞങ്ങളൊരു ആൺകുഞ്ഞിന് വേണ്ടി ഞങ്ങൾ ശ്രമിച്ചപ്പോൾ 3 പ്രാവശ്യമായിട്ടും അത് അബോർട്ടായി പോയായിരുന്നു. പ്രത്യേകിച്ച് റീസണൊന്നുമില്ല. 1.5-2 മാസം ആകുമ്പോഴത്തേനും ചെറിയ സ്പോട്ടിങ് വരും, അതങ്ങ് അബോർഷനായി പോകും. ഡോക്ടറെ ചെന്ന് കാണുമ്പോൾ കുറേ ഫോളിക് ആസിഡ് കഴിക്കാൻ തരും, ഇത്രയേ ഉണ്ടായുള്ളൂ. അങ്ങനെ 2022 ഓഗസ്റ്റ് മാസത്തിൽ ഞാനിവിടെ ആദ്യമായി ഞങ്ങൾക്കൊരു ആൺകുഞ്ഞിന് വേണ്ടിയിട്ട് ഞാൻ ഉടമ്പടി എടുക്കുവാൻ വേണ്ടി വന്നു. ഉടമ്പടി എടുത്തു. അതിനകത്ത് പറയുന്ന രീതിയിലുള്ള എല്ലാവിധ പ്രാർത്ഥനകളും ചെയ്തു പോന്നു. ഡെയിലി കൊന്തമാല ചൊല്ലും. അതുപോലെ തന്നെ കൃപാസനം പത്രം ഞാൻ ഇവിടുന്ന് കൊണ്ടുപോയപ്പോൾ ആദ്യമൊക്കെ മടിയായിരുന്നു. ഇതെങ്ങനെ കൊടുക്കും, എല്ലാവരും മേടിക്കുമോ, നമ്മളത് റിജക്റ്റ് ചെയ്യുമോ എന്നൊക്കെ ഒരു പേടിയായിരുന്നു. അമ്മ മാതാവിനോട് അത് പറഞ്ഞ് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് ഞാനൊരു ദിവസം ഇറങ്ങി 2 മണിക്കൂർ പോലും എടുത്തില്ല എല്ലാ പത്രവും കൊടുക്കാനായിട്ട്. ആരും അത് റിജക്റ്റ് ചെയ്തില്ല. നല്ല മനസ്സോടുകൂടി അതെല്ലാവരും മേടിക്കാനായിട്ട് സാധിച്ചു. അങ്ങനെ ആ മാസത്തിൽ തന്നെ ഞാൻ പ്രഗ്നൻ്റായി. പക്ഷെ എൻ്റെ ഉള്ളിലൊരു ആശങ്കയായിരുന്നു. 2-3 പ്രാവശ്യം ആയിട്ട് പോയപ്പോഴും ഇത് പോവോ എന്നുള്ളൊരു പേടിയായിരുന്നു. ആ പേടി കൊണ്ടായിരിക്കാം അതൊരു 2 മാസം ആവാറായപ്പോഴത്തേനും ആ കുഞ്ഞും അബോർട്ടായിപ്പോയി. അന്നേരത്തേക്ക് എനിക്ക് ഭയങ്കര വിഷമം തോന്നി. കാരണം എന്നിലുള്ള ശങ്ക കൊണ്ടായിരിക്കാം ആ കുഞ്ഞു പോയത്. ഞാൻ അമ്മ മാതാവിനോട് ഒത്തിരി കരഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ പറഞ്ഞു, ഇനി ഞാൻ ഹോസ്പിറ്റലിൽ പോവില്ല, ഞാൻ ഡോക്ടറെയും കാണില്ല, ഞാൻ ടാബ്ലറ്റും കഴിക്കത്തില്ല. ഇനി എൻ്റെ ഭാഗത്തു നിന്നുള്ള തെറ്റുകൊണ്ടാണ്, എൻ്റെ ശങ്ക കൊണ്ടാണ് എൻ്റെ കുഞ്ഞു പോയതെങ്കിൽ അത് പരിഹരിക്കണം. അതിനുവേണ്ടി ഞാൻ അമ്മയോട് ക്ഷമ പറഞ്ഞ് ഞാൻ ഈ മിറ്റിൽ ഇട്ടിട്ട് അതിൻ്റെ മേളിൽ കുത്തി നിന്ന് ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു, എൻ്റെ ഭാഗത്തു നിന്നുള്ള തെറ്റുകൊണ്ടാണെങ്കിൽ. അങ്ങനെ ഞാൻ വീണ്ടും 2023 ഫെബ്രുവരി മാസത്തിൽ വന്ന് ഞാൻ ഉടമ്പടി പുതുക്കി കൂടുതൽ ശക്തമായിട്ട് ഞാൻ വീണ്ടും പ്രാർത്ഥിച്ചു. അതായത് ഡെയിലി 1-2 അല്ലെങ്കിൽ 3 തവണ ഞാൻ ജപമാല ചൊല്ലിയ ഞാൻ മിനിമം 13 തവണയെങ്കിലും ഞാൻ ജപമാല ചൊല്ലാൻ തുടങ്ങി. ബൈബിൾ ഇല്ലായിരുന്നു, അത് ഞാൻ മേടിച്ച് ഞാൻ ബൈബിൾ ഡെയിലി 1/2 മണിക്കൂർ വീതം ഞാൻ ബൈബിൾ വായിക്കാൻ തുടങ്ങി. പത്രം അപ്പം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോയതുകൊണ്ട് എനിക്ക് പിന്നീട് പുറത്തോട്ടൊന്നും ഇറങ്ങി പ്രേക്ഷിത പ്രവർത്തനം നടത്താനോ അങ്ങനെയൊന്നും സാധിച്ചില്ല. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു, ദൈവമേ പത്രം കൊടുക്കാനായിട്ട് സാധിച്ചില്ലല്ലോ, അങ്ങനെ വിഷമമുണ്ടായിരുന്നു. പക്ഷെ എന്തോ ഈ പത്രം കൊടുക്കേണ്ട ആവശ്യമുള്ളവർ എൻ്റെ വീട്ടിൽ വരും, അവർക്ക് എനിക്ക് പത്രം കൊടുക്കാനായിട്ട് സാധിച്ചു. കുഞ്ഞുങ്ങളുണ്ടാവാത്തവർ, അവരാണ് 9 കൊല്ലവും 10 കൊല്ലമായിട്ട് വരെ കുഞ്ഞുങ്ങളുണ്ടാവാത്തവർ സങ്കടം പറഞ്ഞ് ഞങ്ങൾ അറിയുന്നവരാ വീട്ടിൽ വന്നു, അവർക്ക് പത്രം കൊടുക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ ആയിട്ട് സാധിച്ചു. അങ്ങനെ ആ മാസത്തിൽ ഫെബ്രുവരി മാസത്തിൽ തന്നെ ഞാൻ വീണ്ടും പ്രഗ്നൻ്റായി. പക്ഷെ ആ ടൈമിൽ എനിക്ക് ഇതിനെക്കുറിച്ച് പോവോ ഇല്ലയോ എന്നുള്ള ആശങ്കയൊന്നുമില്ല, പ്രാർത്ഥന മാത്രം. കിട്ടുന്ന സമയങ്ങളെല്ലാം പ്രാർത്ഥിക്കും. അങ്ങനെ ക്രിട്ടിക്കൽ സ്റ്റേജായുള്ള 2 മാസമായി ഡോക്ടറെ കാണാൻ ചെക്കപ്പിന് വന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, നമ്മുടെ ക്രിട്ടിക്കൽ പീരീഡാണ്, കാരണം ഈ സമയത്താണ് നമ്മൾ കുഞ്ഞു പോകുന്നത്. അന്ന് സ്കാൻ ചെയ്തു, ചെക്കപ്പ് ചെയ്തു, എല്ലാം ചെയ്തു. അപ്പോൾ യാതൊരു കുഴപ്പമില്ല, ഹാർട്ട് ബീറ്റ്സും വളർച്ചയും ഗ്രോത്തും എല്ലാം നല്ലോണം ഉണ്ട്. അപ്പോൾ എപ്പോഴും ഞാൻ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ അമ്മ മാതാവിൻ്റെ കാശ് രൂപം കൊന്തമാലയും ഞാൻ കൊണ്ടുപോകും. ഹോസ്പിറ്റലിൽ ഇരിക്കുന്ന സമയത്തെല്ലാം ചെക്കപ്പിന് കയറുമ്പോഴെല്ലാം ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലിക്കൊണ്ടിരിക്കും. തൈലം ഞാൻ വയറ്റിൽ പുരട്ടി പ്രാർത്ഥിക്കും. അങ്ങനെ പോയിക്കോ. പക്ഷേ അന്ന് ആ ഡോക്ടർ പറഞ്ഞ അന്ന് ദിവസം വൈകിട്ടായപ്പോഴത്തേനും വീണ്ടും ചെറിയൊരു സ്പോട്ടിങ്. എന്നാ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. എല്ലാവരും ഭയങ്കര സങ്കടം. പക്ഷെ ഞാൻ അമ്മ മാതാവിൻ്റെ അടുത്ത് നിന്ന് പറഞ്ഞു, നീ എനിക്ക് വാക്ക് തന്നതാണ്, എൻ്റെ ഈ കുഞ്ഞിനെ തരുമെന്ന് നീ വാക്ക് തന്നതാണ്. അതും എനിക്ക് നേരത്തെയുള്ള വിശ്വാസ വചനത്തിൽ എന്ത് സങ്കടം പറഞ്ഞ് പ്രാർത്ഥിച്ചാലും, എന്ത് കാര്യം സന്തോഷമായാലും സങ്കടമായാലും അതിനെ ബന്ധപ്പെടുത്തി എനിക്ക് വചനം എപ്പോഴും കാണിച്ചു തരാറുണ്ട്. അപ്പോൾ എപ്പോഴും എനിക്ക് കാണിച്ചു തന്നൊരു വചന, കന്യക ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന പേരിടണമെന്നുള്ള വചനം എപ്പോഴും എനിക്ക് കാണിച്ചു തരും. അപ്പോൾ അങ്ങനെയൊക്കെ നീ കാണിച്ചു തന്നതല്ലേ, അപ്പോൾ എൻ്റെ കുഞ്ഞു പോകത്തില്ല. എന്നോട് പറഞ്ഞ വാക്ക് എൻ്റെ അമ്മ പാലിക്കുമെന്നറിയാം. ഞാൻ ഹോസ്പിറ്റലിൽ പോവുക, അമ്മ കൂടെ വരണം, ഒരു കുഴപ്പവും കൂടാതെ ഞാനും കുഞ്ഞും തിരിച്ച് വീട്ടിൽ വരണമെന്ന് പറഞ്ഞു.
അതുപോലെ അന്ന് ഞാൻ ഹോസ്പിറ്റലിൽ പോയി പിറ്റേ ദിവസം സ്കാനിങ് ചെയ്തപ്പോൾ കുഞ്ഞിന് യാതൊരു കുഴപ്പമില്ല. അതുപോലെ തന്നെ ഗ്രോത്തും ഹാർട്ട് ബീറ്റ്സ് എല്ലാം ഉണ്ട്. അപ്പോൾ ഡോക്ടർ പറഞ്ഞതെന്ന് വെച്ചാൽ വണ്ടിയിൽ യാത്ര ചെയ്തപ്പോൾ ഷെയ്ക്ക് ആയിപ്പോൾ വല്ലതും സ്പോട്ടിങ് ആയിരിക്കും, അങ്ങനെയായിരിക്കും, കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു. അങ്ങനെ പോയി. അപ്പോൾ എല്ലാ ദിവസവും ഈ അച്ഛൻ്റെ പ്രാർത്ഥനയൊക്കെ ഞാൻ ഓൺലൈൻ വഴി കൂടാറുണ്ട്. അതുപോലെ ഓൺലൈൻ വഴി ഒരു പ്രാർത്ഥന കൂടിയപ്പം ഇങ്ങനെ അച്ഛൻ ഇങ്ങനെ പറഞ്ഞു, ഈ പ്രാർത്ഥന കൂടിക്കഴിഞ്ഞ് കഴിയുമ്പം നിങ്ങൾ വച്ചേക്കുന്ന നിയോഗത്തിന് ഒരു അടയാളം കിട്ടുമെന്ന് പറഞ്ഞു. അതുപോലെ അടയാളമായിട്ട് ഒരു സ്ത്രീ ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകുന്ന വീഡിയോയാണ് എനിക്ക് കാണിച്ചു തന്നത്. അതുപോലെ സ്വപ്നത്തിൽ ഞാനൊരു ആൺകുഞ്ഞിനെ പ്രസവിക്കുമെന്നുള്ളൊരു അരുളപ്പാട് പോലെ ഒരു ഇതെനിക്ക് ആ സ്വപ്നത്തിൽ അനുഭവം ഉണ്ടായി. അങ്ങനെ യാതൊരു കുഴപ്പമില്ലാതെ 2014 ഒക്ടോബർ 17 ഞങ്ങൾക്ക് നല്ലൊരു ആൺകുഞ്ഞിനെ അമ്മ മാതാവ് തന്ന് അനുഗ്രഹിച്ചു, യാതൊരു കുഴപ്പവും കൂടാതെ. എൻ്റെ അമ്മ മാതാവിനും യേശുപ്പാപ്പയ്ക്കും കോടാനുകോടി നന്ദി. മൂത്ത കുഞ്ഞിന് എത്ര വയസ്സുണ്ട്? മൂത്ത കുഞ്ഞിന് 12 വയസ്സ്. അപ്പോൾ ഈ സാക്ഷ്യം വ്യക്തമാണ്. അതായത് വിവാഹം കഴിഞ്ഞ് ഇത്രയും വർഷങ്ങളായിട്ട് ആദ്യം ഒരു കുഞ്ഞുണ്ടായതിനു ശേഷം പിന്നീട് 3 അബോർഷൻ അല്ലേ? 3 പ്രാവശ്യം അബോർഷൻ ആയതിൻ്റെ പേരിൽ ഓവറിയിൽ സിസ്റ്റ് ഉണ്ടായിരുന്നു. ഈ കണ്ടിന്യൂസ് ആയിട്ട് അബോർഷൻ വന്നു കഴിഞ്ഞപ്പം അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇങ്ങനെ അബോർട്ടായിട്ടൊക്കെ പോകുമ്പോൾ ഉണ്ടാകുന്ന സിസ്റ്റ് ആവുമെന്ന് പറഞ്ഞു. പക്ഷേ എന്തോ അടിവയറ്റിലേക്ക് എനിക്ക് ഭയങ്കര വേദന. പിന്നെ സ്കാൻ ചെയ്തപ്പോൾ ചെറിയൊരു ഗ്രോത്ത് ഇങ്ങനെ കൂടി വരുന്നതായിട്ട് കാണിച്ചു. ഞാൻ അമ്മ മാതാവിൻ്റെ തൈലവും പുരട്ടി ഉപ്പും ഞാൻ ഔഷധമായിട്ട് കരുതി ഞാൻ കഴിച്ചു. ഇനി എനിക്ക് സ്കാൻ ചെയ്യുമ്പോൾ ഒറ്റ സ്കാനിൽ പോലും ആ സിസ്റ്റ് അത് കാണരുതെന്ന് പറഞ്ഞു. ഇന്നേ വരെ അത് കണ്ടിട്ടില്ല. സൗഖ്യപ്പെടുത്തി ഒരു വിഷയം വെച്ച് കഴിയുമ്പോൾ തീർച്ചയായിട്ടും നമ്മളുടെ മെറിറ്റ് അല്ല, കർത്താവിൻ്റെ കൃപ പ്രവർത്തിച്ചിട്ടാണ് ഒരു അത്ഭുതം നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത്. അതാണ് മത്തായി 3:9 നമ്മൾ വായിക്കുന്നുണ്ട്, ഈ കല്ലിൽ നിന്ന് അബ്രഹാത്തിനെ തൻ്റെ സന്തതികളെ ജനിപ്പിക്കുവാൻ ദൈവത്തിന് കഴിയും, ദൈവത്തിനൊന്നും അസാധ്യമല്ല. അപ്പോൾ നമ്മൾ ഉടമ്പടിയിൽ മുന്നേറുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് വേണ്ട ഒരു ദൈവിക പുണ്യം എന്ന് പറയുന്നത് ആത്മധൈര്യമാണ്. ഉത്കണ്ഠ എന്ന് പറയുന്നത് ദൈവസ്നേഹത്തിനെതിരായിട്ട് വരുന്നതാണ്. നമുക്ക് ദൈവത്തിൽ വിശ്വാസമില്ലാതെ കോൺഫിഡൻസ് ഇല്ലാതെ വരുമ്പോഴാണ് അനാവശ്യമായിട്ട് ഉത്കണ്ഠകളൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ ആദ്യം ഈ സഹോദരി പറഞ്ഞതുപോലെ തന്നെ 2018 ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിന് ശേഷവും ഈ ഉത്കണ്ഠ നിലനിന്നിരുന്നു. പിന്നീട് വിശ്വാസം കൂട്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ വീണ്ടും പ്രഗ്നൻ്റ് ആയപ്പോൾ 2023 വന്ന് പുതുക്കുന്നത്. ആ സമയത്ത് വലിയ ആത്മധൈര്യം ഈ സഹോദരിക്ക് കിട്ടി എന്നാണ് സാക്ഷ്യത്തിൽ പറഞ്ഞത്. ഹെബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, നിങ്ങളുടെ ആത്മധൈര്യം നിങ്ങൾ നശിപ്പിച്ചു കളയരുത്, അതിന് വലിയ പ്രതിഫലം ലഭിക്കാനിരിക്കുന്നു. ഇങ്ങനെ ആത്മധൈര്യത്തോടുകൂടി വിശ്വാസത്തോടുകൂടി മുന്നേറുമ്പോഴാണ് ഉടമ്പടിയിൽ നമ്മൾ നിയോഗം വെച്ചിരിക്കുന്ന വിഷയങ്ങളെല്ലാം ജീവിതത്തിൽ അതിൻ്റെ അഹറോൻ്റെ ഉണക്കവടി തളിർത്തതുപോലെ പൂവണിയുന്നത്. അതിൻ്റെ ഒരു വലിയ സാക്ഷ്യം കൂടിയാണ് ഈ സഹോദരി ദിവ്യ എന്ന സഹോദരി നമ്മളോട് ഈ സാക്ഷ്യമായിട്ട് പങ്കുവയ്ക്കുന്നത്. അതിൻ്റെ ഫലമായിട്ട് വീണ്ടും പ്രഗ്നൻ്റ് ആയ സമയത്തും ഒത്തിരിയേറെ പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിലും ആത്മധൈര്യവും വിശ്വാസത്തിൻ്റെ അളവൊക്കെ വർദ്ധിപ്പിച്ച് പ്രാർത്ഥനയുടെ ഫലമായിട്ട് ആരോഗ്യമുള്ള ആഗ്രഹപ്രകാരം തന്നെ ആൺകുഞ്ഞിനെ നൽകി ദൈവമാതാവ് കുടുംബത്തെ അനുഗ്രഹിച്ചു.